ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന തേങ്ങയില്ലാത്ത ചട്നി ഇല്ലേ, ചുവന്ന ചട്നി. ആ ചട്നിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് കട്ടിയുള്ളത് തന്നെ എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഫ്ലെയിം കുറച്ചിട്ട് വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് സാമ്പാർ പരിപ്പാണ്. അത് ഞാൻ ചേർത്ത് കൊടുത്തു, വീഡിയോ മിസ്സായതാണ്. നിങ്ങൾ അത് 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൊട്ടുകടല ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർക്കണം കേട്ടോ. അത് രണ്ടും എൻ്റെ വീഡിയോ ഒന്ന് മിസ്സായതാണ്, അപ്പോൾ മറക്കാതെ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 നമ്മുടെ പിരിയമുളക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി അതൊരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് എണ്ണയിലൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മുളകിൻ്റെ ഒരു മണമൊക്കെ വരുന്നവരെ നമ്മളിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഉള്ളിയാണ് കേട്ടോ. നിങ്ങൾ പൊടിയായിട്ട് കട്ട് ചെയ്യുക, അത് നിങ്ങൾ കട്ട് ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അതും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതുകൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തട്ടുകടയൊക്കെ പോയാൽ ചില ആൾക്കാർ വെളുത്ത ചട്നി തരും, ചില ആൾ ചുവന്ന ചട്നി തരും, ചില ആൾ വെള്ളം പോലെയുള്ള ചട്നി തരും അല്ലേ. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. പിന്നെ കൂടിപ്പോയാൽ കുഴപ്പമാണ്, അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ചേർക്കാൻ പറയുന്നുള്ളത്. ബാക്കി നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞ് വരാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല, നമുക്ക് തക്കാളീൻ്റെ പുളി തന്നെ മതി. അതുകൊണ്ട് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം നമ്മുടെ ഉള്ളി ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏതിലാണോ അരക്കുന്നുള്ളത് ആ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളെ കട്ടിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ല കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുക. നമ്മൾ ഹോട്ടലിലൊക്കെ കുറച്ച് കട്ടിയിലാണല്ലോ കിട്ടുക. അപ്പം ആ അളവിൽ മതിയെങ്കിൽ നിങ്ങൾ 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നമ്മളിതിനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും, കാരണം നല്ല കട്ടിയുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ, എല്ലാം ഇത് നമ്മൾ എണ്ണയിൽ തന്നെ സോട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ആ മിക്സിൻ്റെ അതിൽ തന്നെ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. അതിന് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് ഇനി ഇത് മാറ്റാം. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിൽ നിന്ന് നമ്മൾ ഏത് ബൗളിലാണോ ഒഴിക്കുക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടി ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എത്ര കട്ടി വേണം എന്നുള്ളത്. ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ മിക്സിൻ്റെ ജാറിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഫുള്ളായിട്ടും ഇതിൽ നിന്ന് മിക്സിൻ്റെ ജാറിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് താളിക്കേണ്ടതാണ്. അപ്പം എന്ത് ചെയ്യുക, അടുപ്പത്തൊരു പാൻ വെച്ചു, ചെറിയൊരു പാൻ വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2
ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഒരു മുളക് എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചു. അതുപോലെ തന്നെ കറിവേപ്പില ഇത്ര കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇത്. നമുക്ക് ദോശൻ്റെ കൂടെയോ അതല്ല ഇഡ്ഡലീൻ്റെ കൂടെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരീൻ്റെ കൂടെ ചട്നി കൂട്ടുന്നവരുണ്ട്, അങ്ങനെ കൂട്ടിയിട്ട് കഴിക്കുന്നവരാണെങ്കിലും ഇത് ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾ തേങ്ങയില്ലാതൊക്കെ ചട്നി ഉണ്ടാക്കാൻ ട്രൈ ആക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. റവ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റവ ഇഡ്ഡലീൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് F5.